ഹായ് ഫ്രണ്ട്സ്, ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ എന്താണ് കാര്യം എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അല്ലേ. നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതിലെടുത്ത് പറയാവുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ കുട്ടികളില്ലാത്ത ആളുകളെ ടോർച്ചർ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പറയുന്ന ആ കുത്തുവാക്കുകൾ അവരെത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കൊന്നും ചിന്തിച്ച് നോക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ്. ഇത്തരത്തിലുള്ള കുത്തുവാക്കുകളും പരിഹാസങ്ങളൊക്കെ രണ്ട് യൂട്യൂബേഴ്സ് അവരുടെ സങ്കടങ്ങൾ തുറന്ന് പറയുകയായിരുന്നു കേട്ടോ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട ടൈമിൽ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഓർമ്മ വന്നത്. അവളൊരു കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 4-5 വർഷങ്ങളായി, അവർക്ക് കുട്ടികളൊന്നും ഇല്ല. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഒരു ദിവസം ഇങ്ങനെ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇത് പറയുന്ന ടൈമിൽ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ എന്തായാലും ചെയ്യണം, ഇങ്ങനെ കുട്ടികളില്ലാത്തവരെ കളിയാക്കുന്നവരെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാം എന്ന് അവളോട് പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് എന്താ പറയുക ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വേദന എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ്. ഈ കുത്തുവാക്കുകൾ പറയുന്നവരുണ്ടല്ലോ, അവർ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളെ കുത്തിവാക്കുകൾ പറഞ്ഞ് വേദനപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹമുണ്ട്, നമുക്കറിയാം, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ വേദനിപ്പിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ അവർ കുടുംബത്തിൽ നിന്ന് വരുന്ന വാക്കുകളായിരിക്കട്ടെ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം അവരുടെ എന്താ പറയുക സ്വന്തം ആളുകൾ, അവരെ കൂടപ്പിറപ്പുകളായിക്കോട്ടെ, ഇനി ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ അത്രയും അടുത്തറിയുന്ന ആളുകൾ നമ്മുടെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കിയിട്ട് വരെ നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, അതൊക്കെ എന്താ പറയുക അവർക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ കുട്ടികളില്ലാത്തവരോട് ചോദിച്ചാൽ അറിയാം, അവരൊരു പക്ഷേ അവർ രണ്ടുപേരും തനിച്ചിരിക്കുന്ന ടൈമിൽ, ആ ഹസ്ബൻഡും വൈഫും തനിച്ചിരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ അവരത്രമാത്രം അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് ഒരു പക്ഷെ അവർ വേദനിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ ആളുകളുടെ അവിടെ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ആളുകൾ പറയുന്ന പരിഹാസവാക്കുകൾ ഒന്നും പോട്ടപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1 month ആവുന്നതിനുള്ളിലേ ആളുകൾ ചോദ്യം തുടങ്ങും. അപ്പോൾ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്ക് അറിയാൻ പറ്റും, നമ്മൾ കല്യാണം കഴിഞ്ഞ് 1 മാസമായിട്ട് ഒരു മാസം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും ആളുകൾ തുടങ്ങും ചോദ്യം, എന്തായി വിശേഷമായില്ലേ എന്നൊക്കെ. ആ ഒരു മാസം മതി അവർക്ക് ചോദിക്കാൻ. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു നാട്ടു നടപ്പ് തന്നെയാണ്. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ അപ്പം ചോദിക്കുക, എന്തായി വിശേഷമായില്ലേ ആയില്ലേ എന്ന് ചോദിക്കൽ. സത്യം പറഞ്ഞാൽ ഈ എന്താ പറയുക ഇവർക്കും ആഗ്രഹം ഇല്ലായിട്ടാവില്ല. എല്ലാ ആളുകളും ഇങ്ങനെ കുട്ടികളെ വേണ്ട എന്ന് വെച്ചിട്ട് ഒരുപാട് ലൈറ്റ് ആക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള രോഗങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ചെറിയ ചെറിയ രോഗങ്ങളാണെങ്കിൽ ഇപ്പോൾ PCOD ഒക്കെ പോലെയുള്ള രോഗങ്ങൾ സ്ത്രീകൾക്കുണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രഗ്നൻ്റ് ആവാൻ കുറച്ച് ടൈം അധികം പിടിക്കും. അതുപോലെ പലതരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസ് ഒക്കെ കാരണം പല ആളുകൾക്കും ലൈറ്റായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരിക്കലും അവരുടെ കുറ്റമായിട്ട് കാണരുത്. അത് അവരുടെ ഹോർമോൺ ചേഞ്ചുകൾ കാരണമാണ് അവർക്കൊന്നും പെട്ടെന്നൊന്നും ഇങ്ങനെ വിശേഷം ഉണ്ടാവാത്തത്. അപ്പോൾ ഈ ആളുകൾ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് അവരുടെ മനസ്സിൽ തന്നെ തോന്നുകയാണ് ശരിക്കും. അപ്പം നമ്മൾ അത്രയും ഒരു കഴിവില്ലാത്തവരാണോ, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചവനാ ഒരു ഭാഗ്യം തന്നിട്ടില്ല, അപ്പം നമ്മൾ എന്താ പറയുക അത്രയും ഒരു ശപിക്കപ്പെട്ട ജന്മമാണോ എന്ന് അവർക്ക് തന്നെ സ്വയം തോന്നിപ്പോവുകയാണ്. അത് നമ്മളായിട്ടാണ് അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്. നമ്മളിങ്ങനെ കുത്തുവാക്കുകളൊക്കെ കേട്ട് പറഞ്ഞ്. ഇപ്പം എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ല, അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 4-5 വർഷമായി. അപ്പോൾ അവർക്കൊരു കുട്ടികളില്ല. അപ്പോൾ എപ്പോഴും കുട്ടികൾ, ഞാൻ എൻ്റെ മോളെ കാര്യമൊക്കെ പറയുമ്പോഴും അവരുടെ വിഷമം പറയുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നും സത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ അല്ലേ. നമുക്കൊരു കുട്ടിയുള്ള കാരണം ഇപ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്സ് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇല്ലാത്തവരുടെ ഒരു വിഷമം എന്ന് പറഞ്ഞത് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമായിരിക്കും. അവർ വേണ്ടാന്ന് വെച്ചിട്ടല്ല ഒരിക്കലും അവർക്ക് ആ കുട്ടികളില്ലാത്തത്. അവർ ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അല്ലേ ഓരോ ടൈമുണ്ട്. എല്ലാവർക്കും ഒറ്റയടിക്കാണ്ട് പടച്ചിറപ്പ് കൊടുക്കണമെന്നില്ല, എല്ലാവർക്കും ഒരേ ടൈമുണ്ട്. അപ്പോൾ ആ ഒരു ടൈം എത്തുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് ഒരാളിപ്പോൾ ഒരു കുട്ടിക്ക് ജന്മം നൽകിയില്ല എന്ന് കരുതിയിട്ട് ആ ഒരു സ്ത്രീ വെറുക്കപ്പെട്ടവളാണ്, അല്ലെങ്കിൽ എന്താ പറയുക മോശമായിട്ടുള്ള സ്ത്രീയാണ്, അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്തവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ. ഈ സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ സ്ത്രീകളെ കളിയാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നതും സ്ത്രീകളാണ്. അതാണ് ആരും ചിന്തിക്കാത്തത്. ഇപ്പോൾ ഈ ആൺകുട്ടികളൊന്നും അല്ലേ അധികം അങ്ങനെ കളിയാക്കേ ഇല്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അധികം ആൺകുട്ടികളൊന്നും ഇങ്ങനെ ചോദിക്കുക എന്താണ് വിശേഷമില്ലാത്ത ഒന്നും മിക്ക ആൺകുട്ടികളും അങ്ങനെ ചോദിക്കില്ല. ഇങ്ങനെ ചോദിക്കുന്നവരെന്ന് പറയുന്നത് സ്ത്രീകളാണ്. അവർ തന്നെയാണ് ഈ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ വേദനപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ അവർക്കറിയാം എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും. എന്നിട്ട് അവർ തന്നെയാണ് ഈ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നത്, എന്താവാത്തത്, എന്ത് വിശേഷമില്ലാത്തത് എന്ന് ചോദിച്ചിട്ട്. ഇത്തരത്തിൽ കുട്ടികളില്ലാത്ത ദമ്പതികളുണ്ടല്ലോ അവർക്കൊന്നും പുറത്ത് പോകാനും സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും അവരുടെ മനസ്സിൽ. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ പുറത്തു നിന്ന് കണ്ട് നമ്മളോട് വിശേഷം ചോദിക്കുന്ന അടുത്ത ടൈം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് എന്തായി കുട്ടികളായില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പം അത് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു പെടച്ചിലുണ്ടല്ലോ
അതൊന്നും നമുക്ക് കണ്ടറിയാൻ പറ്റില്ല. ഈ ചോദിക്കുന്ന ചില ആളുകളുണ്ട് കേട്ടോ, എല്ലാം അറിയാം, അവരുടെ ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളും അവർ ചികിത്സ എടുക്കുന്നതും എല്ലാം അറിഞ്ഞിട്ട് പോലും പൊതുവേദിയിൽ വെച്ചിട്ട് കാണുമ്പോൾ അവർ എന്താ പറയുക, മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പടച്ച റബ്ബ് തന്ന ഒരു അനുഗ്രഹമാണ്. അപ്പം നിങ്ങൾ മറ്റൊരാളെ അത് വേദനിപ്പിക്കുമ്പോൾ ചിലപ്പം റബ്ബ് നമ്മളെ പരീക്ഷിക്കും. അതിന് വലിയൊരു പരീക്ഷണം നമ്മളെ പരീക്ഷിക്കും. അപ്പം നമ്മളിങ്ങനെ മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക. അവർക്ക് കുട്ടികളുള്ളതും ഇല്ലാത്തതും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച് തീർക്കേണ്ട ഒരു വേദനയും സന്തോഷവും ഒക്കെ തന്നെയാണ്. അപ്പം അതിൽ നമ്മളാരും കൈ കടത്താതിരിക്കുക, അവരെങ്ങനെ കുത്തി വേദനിപ്പിക്കാതിരിക്കുക. അവർക്കും നാളെ എന്നല്ലെങ്കിൽ നാളെ റബ്ബ് ഒരു കുഞ്ഞിനെ കൊടുക്കും. അപ്പം അവരെ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ വേദനിപ്പിക്കാതിരിക്കും അല്ലേ. അവരും നമ്മളെപ്പോലെ തന്നെ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ, ഒരു മനുഷ്യജീവി തന്നെയാണ്. അപ്പോൾ അവരെ നമ്മളിങ്ങനെ പരമാവധി വേദനിപ്പിക്കാതിരിക്കുക. അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കുടുംബത്തിൽ ആർക്കും വരരുത് എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ നമ്മൾ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, അവരെ കുടുംബത്തിലുള്ള ആളുകളുടെ കുറ്റപ്പെടുത്തലായിരിക്കും ഒരുപക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത്. ഈ ഭർത്താക്കന്മാരുടെ പെങ്ങന്മാർ, മറ്റ് സഹോദരങ്ങൾ, എല്ലാവരും എന്താ പറയുക, നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ, അവരെ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് അവരോട് ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾ പറയുമ്പോൾ ദയവേത് നിങ്ങളൊന്ന് സൂക്ഷിക്കുക.